പി ആർ സുനിൽ കൂടിയുണ്ട്. സുനിൽ, ഇപ്പോൾ ഡി മണിയെ ചോദ്യം ചെയ്തിരിക്കുന്നു. ഡി മണിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ 30-ാം തീയതി SITക്ക് കിട്ടാനും പോവുകയാണ്. അപ്പോൾ ഈ നിർണായകമായ ദിവസങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഉറപ്പായും SITക്ക് നിർണായകമാണ്. കാരണം ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് SITക്ക് ഉടൻ നൽകേണ്ടതുണ്ട്. ഇപ്പോൾ അന്വേഷണം കടൽ കടന്നു പോകുമോ എന്നതാണ് ഇപ്പോൾ നമുക്കൊക്കെ ലഭിക്കുന്ന ഈ സൂചനകൾ നൽകുന്നത്. ഏതായാലും ഈ സുഭാഷ് കപൂറിനെ പോലുള്ള വലിയ അന്താരാഷ്ട്ര കുറ്റവാളികളുമായി ഈ ഡി മണിക്കൊക്കെ ബന്ധമുണ്ടോ എന്നുള്ള ജിബി പറഞ്ഞതുപോലെയുള്ള ഒരുപാട് കഥകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഈ സുഭാഷ് കപൂർ എന്ന് പറയുന്ന ആളുടെ കഥ വളരെ രസകരമാണ്. അമേരിക്കൻ പൌരനാണ് അദ്ദേഹം. അമേരിക്കയിൽ തന്നെ അദ്ദേഹത്തിനെതിരെ ഒരുപാട് കേസുകളുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിലെ ജയിലിൽ കിടക്കുകയാണ്. ഈ തമിഴ്നാട്ടിലെ ഏതാണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലെയും വിഗ്രഹങ്ങൾ പഞ്ചലോക വിഗ്രഹങ്ങൾ അദ്ദേഹം കടൽ കടത്തി എന്നാണ് ഈ വരുന്ന റിപ്പോർട്ടുകൾ. ഏതാണ്ട് 800 കോടി രൂപയോളം വിലമതിക്കുന്ന പഞ്ചലോക വിഗ്രഹങ്ങൾ ഇയാൾ കടൽ കടത്തി എന്ന് പറയുന്നു. 2015 77 കോടി രൂപയുടെ പഞ്ചലോക വിഗ്രഹങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ഈ പഞ്ചലോക വിഗ്രഹങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് കടൽ കടന്നു പോയതിന്റെ ഒരുപാട് കഥകളുണ്ട്. ഏതായാലും ആ കഥകളിലേക്കൊക്കെ തന്നെ കണക്ട് ചെയ്യുന്ന ഒരു ലീഡായി ഈ ഡി മണിയുടെ ഇപ്പോഴത്തെ ഈ ഒരു രംഗപ്രവേശം വരുമോ എന്നൊന്നും പറയാൻ കഴിയില്ല. അങ്ങനെ വന്നാൽ ഒരുപക്ഷെ ഈ കേസൊന്നും SITയുടെ കയ്യിൽ നിൽക്കാൻ പോകുന്നില്ല. ഈ കേസ് ഒരുപക്ഷെ കേന്ദ്ര ഏജൻസികളുടെ കൈകളിലേക്ക് പോകാനാണ് സാധ്യത. ആ അർത്ഥത്തിൽ ഈ കേസ് SITയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. കാരണം ഇപ്പോൾ ശബരിമലയിലെ ഈ സ്വർണം പോയി എന്ന് പറയുന്ന സ്വർണത്തിലെ യഥാർത്ഥ തൊണ്ടി ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ചില ആളുകളെ ചോദ്യം ചെയ്യുന്നു, SIT മുന്നോട്ട് പോകുന്നു. ഏതായാലും ഹൈക്കോടതിയാണ് SITയെ നിയോഗിച്ചത്. SITയുടെ അന്വേഷണം ആദ്യഘട്ടത്തിൽ വളരെ മികച്ചതാണ് എന്ന് ഹൈക്കോടതി പറയുന്നു. അതിനുശേഷം പിന്നീട് ഹൈക്കോടതി പറഞ്ഞത് SITയുടെ അന്വേഷണം അത്ര തൃപ്തികരമല്ല എന്നാണ്. അപ്പോൾ അങ്ങനെയൊരു വിമർശനം മുന്നിൽ നിൽക്കെ SITക്ക് വലിയ നീക്കങ്ങൾ ഈ വിഷയത്തിൽ നടത്തേണ്ടി വരും. ഇതിന്റെ യഥാർത്ഥ വസ്തുത കണ്ടെത്താനുള്ള നീക്കങ്ങൾ നടത്തേണ്ടി വരും. അതിനിടയിലാണ് ഇപ്പോൾ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഒരു വലിയ ആരോപണം ഉന്നയിച്ചത്. ഒരു പ്രവാസി വ്യവസായിക്ക് അറിയാവുന്ന ഒരു ആൾ ഇത്തരത്തിൽ പഞ്ചലോക വിഗ്രഹ കടത്തിൽ പ്രധാനപ്പെട്ട ആളാണ്. അദ്ദേഹം 500 കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്, അതിന് ശബരിമലയുമായി ബന്ധമുണ്ട് എന്ന ആരോപണം ഉന്നയിക്കുന്നത്. പിന്നീട് രമേശ് ചെന്നിത്തലയുടെ മൊഴിയെടുക്കുന്നു, പ്രവാസി വ്യവസായിയുടെ മൊഴിയെടുക്കുന്നു. അതിനുശേഷം ഇന്ന് ഡി മണിയെ കണ്ടെത്തുന്നു. അപ്പോൾ ഡി മണി താനല്ല എന്ന് അദ്ദേഹം പറയുന്നു. ഏതായാലും ഡി മണിയാണോ ഇനിയിപ്പോൾ ഡയമണ്ട് മണിയാണോ ദുബായ് മണിയാണോ എന്നൊക്കെ അന്വേഷണ സംഘം കണ്ടെത്തുമായിരിക്കും. ഏതായാലും ഈ അന്വേഷണം എവിടേക്ക് പോകും എന്ന കാര്യത്തിൽ നമുക്കെല്ലാവർക്കും വലിയ അത്ഭുതമാണ്. കാരണം ശബരിമല അന്വേഷണം യഥാർത്ഥ പ്രതികളിലേക്ക് എത്താൻ പോകുമോ, അതോ ഇനി വലിയ സ്രാവുകൾ, വൻമീനുകൾ ഇനിയും ഇതിന് പിന്നിലുണ്ടോ എന്നൊക്കെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇവിടെ നടക്കുന്നത്, യഥാർത്ഥത്തിൽ ഇപ്പോൾ നടക്കുന്നത് എന്താണ്? വലിയൊരു പൊളിറ്റിക്കൽ ഫൈറ്റാണ് ഈ വിഷയത്തിൽ നടക്കുന്നത്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾക്ക് മനസ്സിലായി, കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികൾക്ക് മനസ്സിലായി, അത് കോൺഗ്രസ് ആണെങ്കിലും BJPക്കാണെങ്കിലും മനസ്സിലായി, ശബരിമല നല്ല ഒരു രാഷ്ട്രീയ വിഷയമാണ്. അത് കൂടുതൽ കത്തിക്കുക, അതിന്റെ ഭാഗമായി തന്നെ ഉള്ള പുതിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഇപ്പോൾ ഫോട്ടോകൾ വരുന്നു. അപ്പോൾ സോണിയാഗാന്ധിന്റെ ഫോട്ടോ അപ്പുറത്ത് വരുന്നു, സോണിയാഗാന്ധിയെ ഈ പോറ്റി കാണുന്ന ചിത്രങ്ങൾ വരുന്നു. ഒപ്പം പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് പോറ്റി നിൽക്കുന്ന AI ഫോട്ടോകൾ ക്രിയേറ്റ് ചെയ്ത് വലിയ പ്രചരണം നടക്കുന്നു. ഏതായാലും ഇത്തരം രാഷ്ട്രീയ ആരോപണങ്ങളും രാഷ്ട്രീയ അലക്കലുകളും ഒക്കെ തന്നെ ഒരു വഴിക്ക് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഇങ്ങനെ തന്നെ തുടർന്നു പോകും. അപ്പോഴും SITക്ക് മേലുള്ള ഒരു സമ്മർദ്ദം എന്നത് ഹൈക്കോടതി SITക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങൾ തന്നെയായിരിക്കും. അപ്പോൾ യഥാർത്ഥ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് നൽകിയില്ല എങ്കിൽ ഒരുപക്ഷെ SITയുടെ കയ്യിൽ നിന്ന് ഈ അന്വേഷണം ഒരുപക്ഷെ കേന്ദ്ര ഏജൻസികളുടെ കൈകളിലേക്ക് പോകാനുള്ള സാധ്യത. അന്താരാഷ്ട്ര ബന്ധമൊക്കെ സംശയിക്കുമ്പോൾ സ്വാഭാവികമായും SITക്ക് പരിമിതി ഉണ്ടാകുമല്ലോ. ഇതിപ്പോൾ SITയെ വിമർശിച്ചിരിക്കുന്നത് സിംഗിൾ ബെഞ്ചാണ്, ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ്, ദേവസ്വം ബെഞ്ചല്ല. ദേവസ്വം ബെഞ്ച് മുമ്പാകെ SIT കൊടുത്തിരിക്കുന്ന ഈ പറയുന്ന സീൽ വെച്ച കവറിലുള്ള വിവരങ്ങളുണ്ട്. അപ്പോൾ കോടതിക്ക് അറിയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പുറത്തേക്ക് അറിഞ്ഞിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അതായത് ഇത് ഒരു അന്താരാഷ്ട്ര ബന്ധം ഈ വിഷയത്തിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായും SITയുടെ കൈകളിൽ നിൽക്കില്ല. അപ്പോൾ ഒരു ഒബ്സർവേഷനോട് കൂടി ഒരുപക്ഷെ കേരള ഹൈക്കോടതി, ദേവസ്വം ബെഞ്ച് ആയാലും ഈ കേസ് ഒരുപക്ഷെ ഒരു കേന്ദ്ര ഏജൻസിക്ക് കൈമാറിയുള്ള ഒരു നീക്കത്തിലേക്ക് പോയാൽ ഒരുപക്ഷെ അത് വരുന്ന തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ എങ്ങനെ അത് ബാധിക്കും എന്നത് നമ്മൾ കാത്തിരുന്ന് കാണണം. പിന്നീട് CBIയും EDയും ഒക്കെ ആയിരിക്കും ഈ സ്വർണ്ണക്കൊള്ളയും അതിന് പിന്നിലുള്ള ഈ പഞ്ചലോക വിഗ്രഹ കടത്തുമൊക്കെ തന്നെ അന്വേഷിച്ച് പോകാൻ പോകുന്നത്. ഈ 500 കോടി
മോഷ്ടിച്ചു എന്ന് മാത്രമല്ല വേറൊരു 500 കോടി രൂപയുടെ പദ്ധതി ഇവർ ഇട്ടു എന്നുകൂടി രമേശ് ചെന്നിത്തല ആരോപിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചില വലിയ നീക്കങ്ങൾ കൂടി കേരളത്തിലെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ തട്ടിപ്പ് നടത്താൻ ഇവരൊക്കെ തന്നെ ശ്രമിച്ചു എന്നൊക്കെയാണല്ലോ ഇപ്പോൾ ആരോപണം വരുന്നത്. പക്ഷെ ഇതൊക്കെ ഒരു ആരോപണം മാത്രമാണ്. ഇതൊക്കെ എത്രത്തോളം കണ്ടെത്താൻ SITക്കോ ഇനിയിപ്പോൾ വന്നാൽ ഒരുപക്ഷെ കോടതിയുടെ നിർദ്ദേശപ്രകാരം വരാൻ പോകുന്ന അല്ലെങ്കിൽ വരാൻ സാധ്യതയുള്ള കേന്ദ്ര ഏജൻസികൾക്ക് കഴിയുമോ എന്നതും കാത്തിരുന്ന് കാണണം. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് നോക്കൂ, കേരളത്തിലെ എന്തൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട് ചർച്ച ചെയ്യാനും രാഷ്ട്രീയമായി പരിഹരിക്കപ്പെടേണ്ടതുമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. അത്തരം വിഷയങ്ങളിലേക്കൊന്നും തന്നെ പോകാതെ ഈ സ്വർണ്ണക്കൊള്ളയിൽ മാത്രം ഉടക്കി നിൽക്കുകയാണ് രാഷ്ട്രീയ ചർച്ചകളൊക്കെ തന്നെ. നോക്ക്, നമ്മുടെ തൊഴിലുറപ്പില്ലാതാക്കിയ VBG റാംജി ബില്ല് ലോക്സഭ പാസാക്കി. ആ ബില്ല് വിജ്ഞാപനം ഇറക്കുന്നതിന് മുൻപ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടപ്പാക്കാൻ ആരംഭിച്ചിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ മന്ത്രാലയങ്ങൾ ഇപ്പോൾ ചീഫ് സെക്രട്ടറിമാർക്ക് കത്തയച്ചിട്ട് ഉടൻ തന്നെ ഗ്രാമസഭകൾ വിളിച്ചു ചേർക്കണം. അതായത് ഇന്ന് 26-ാം തീയതിയാണ്. 26-ാം തീയതിക്ക് മുൻപ് എല്ലാ പഞ്ചായത്തുകളും ഗ്രാമസഭകൾ വിളിച്ചു ചേർത്ത് ഇങ്ങനെയൊരു പുതിയ ബില്ല് വന്നു എന്ന് ജനങ്ങളെ അറിയിക്കണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാർട്ടി എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്, അല്ലേ? ഈ ഒരു നിയമം കൊണ്ടുവന്നത് കോൺഗ്രസ് ഭരണകാലത്താണ്, 1ാം UPA സർക്കാരിന്റെ കാലത്താണ്. അപ്പോൾ കോൺഗ്രസിന്റെ ഒരു അഭിമാന പദ്ധതിയായിരുന്നു. ആ പദ്ധതിക്കെതിരെ ഇങ്ങനെയൊരു നീക്കം നടത്തിയിട്ട് ഇതുവരെ എത്ര സമരങ്ങൾ രാജ്യത്ത് കോൺഗ്രസ് നടത്തിയിട്ടുണ്ട്? കേരളത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും പഞ്ചായത്തിൽ, ഏതെങ്കിലും മുനിസിപ്പാലിറ്റിയിൽ, ഏതെങ്കിലും ജില്ലാ കേന്ദ്രത്തിൽ കോൺഗ്രസ് എന്തെങ്കിലും ഒരു സമരം നടത്തിയോ? രാഹുൽ ഗാന്ധിയെ കാണാനേയില്ല. രാഹുൽ ഗാന്ധി വിദേശത്തായിരുന്നു ഈ ബില്ല് പാസാക്കുമ്പോൾ. ഇപ്പൊ നാളെ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗം ചേരാൻ പോവുകയാണ്. ഈ VBG റാംജി ബില്ലിനെതിരെയുള്ള സമരങ്ങൾ ആസൂത്രണം ചെയ്യാനാണ് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി ചേരാൻ പോകുന്നതെന്ന് പറയുന്നു. രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ തിരിച്ചെത്തിയിട്ടുണ്ട്, അദ്ദേഹവും പങ്കെടുക്കും. പക്ഷേ സെനഗർ എന്നല്ലേ ആ പീഡകന്റെ പേര്? അപ്പോൾ സെനഗറിന് ജാമ്യം കിട്ടിയ സംഭവത്തിൽ ഇപ്പോൾ ആ അതിജീവിത രാഹുൽ ഗാന്ധി പോയി കാണുന്നു. ഒരു കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് തനിക്ക് അഭയം നൽകണമെന്ന് ആവശ്യപ്പെടുന്നു. ഇത്തരം കാര്യങ്ങൾ നടന്നിട്ടുണ്ടല്ലോ. അതുണ്ട്. പക്ഷേ ഞാൻ പറയട്ടെ, ഈ കൂടിക്കാഴ്ചയ്ക്കപ്പുറത്ത് കോൺഗ്രസ് എന്ത് പ്രതിഷേധമാണ് ഏറ്റെടുത്തിട്ടുള്ളത്? ഇന്ന് ഡൽഹി ഹൈക്കോടതിക്ക് മുമ്പിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷനും അതുപോലെ തന്നെ രാജ്യത്ത് ഈ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയണമെന്നാവശ്യപ്പെട്ട് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളുമല്ലാതെ എത്ര കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് കോൺഗ്രസിന്റെ വനിതാ സംഘടനയിൽ ഭാഗത്തുനിന്ന് ആരെയും കണ്ടില്ലല്ലോ. ഒരാൾ പോലും പ്രതിഷേധ രംഗത്ത് ഇറങ്ങിയില്ലല്ലോ. ബന്ധപ്പെട്ട് സുനിൽ, പക്ഷേ ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രം ഉത്തരവാദിത്തമല്ല. കേരളത്തെ സംബന്ധിച്ച് കേരളവും അത് ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന തൊഴിലുറപ്പിന് പോകുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. ഇവിടെ എത്ര സമരങ്ങൾ ഉണ്ടായി എന്നുള്ള ചോദ്യം കൂടിയിട്ടല്ലോ. അപ്പോൾ ഇത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇത്തരം വിഷയങ്ങളോടൊക്കെ എത്രത്തോളം നിസ്സംഗമായി നിൽക്കുന്നു, പ്രതിപക്ഷത്തെയും മിക്ക പാർട്ടികളും എന്നുള്ളൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഇടതുപക്ഷ പാർട്ടികൾ ഞാൻ മനസ്സിലാക്കുന്നു, പക്ഷേ ഇടതുപക്ഷ പാർട്ടികളുടെ ഭാഗം പറയുകയല്ല. പക്ഷേ ഇടതുപക്ഷ പാർട്ടികൾ ഇതിനകം തന്നെ 2 സമരങ്ങൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ജനുവരി 12-ാം തീയതിയും ജനുവരി 16-ാം തീയതിയും ദേശീയ പ്രക്ഷോഭങ്ങൾ ഇടതുപക്ഷ പാർട്ടികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിനെതിരെ മാത്രമല്ല, തൊഴിൽ കോഡ് ബില്ലിനെതിരെ അടക്കം ഇടതുപക്ഷ പാർട്ടികൾ ദേശീയ പ്രക്ഷോഭം ഇതിനകം തന്നെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പലയിടങ്ങളിലും ജില്ലാ കേന്ദ്രങ്ങളിൽ സമരം നടത്തിയിട്ടുണ്ട്, പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ താഴെത്തട്ടിൽ ഇത് ശക്തമായി നടത്തേണ്ട പാർട്ടി ആരാണ്? ഏത് പാർട്ടിയാണ് രാജ്യത്ത് ഈ ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കേണ്ടത്? അപ്പോൾ അത്തരം പ്രതിഷേധ നീക്കങ്ങളിൽ കോൺഗ്രസ് എവിടെയാണ് എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. അവിടെയാണ് നമ്മൾ ഈ ഒരു വിഷയം, കേരളത്തിലെ സാഹചര്യങ്ങൾ പരിശോധിക്കേണ്ടത്. ഒരു സ്വർണ്ണക്കൊള്ള മാത്രമാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി. സ്വർണ്ണക്കൊള്ള തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ആ വിഷയത്തിൽ ആരാണോ അതിന് പിന്നിൽ പ്രവർത്തിച്ചത് അവരെ കണ്ടെത്തേണ്ടതിന്റെ എല്ലാ ആവശ്യകതയുമുണ്ട്. എന്തായാലും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു തരത്തിലുള്ള ഇടപെടലും ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം കേരള ഹൈക്കോടതി നേരിട്ട് എടുത്ത കേസാണ്, കേരള ഹൈക്കോടതി നേരിട്ട് മേൽനോട്ടം വഹിക്കുന്ന കേസാണ്. അപ്പോൾ SITയുടെ ഉത്തരവാദിത്തമാണ് ഇനി ഇത് കണ്ടെത്തുക എന്നുള്ളത്. കാരണം എത്രയോ ഇപ്പോൾ പ്രധാനപ്പെട്ട 2 CPM നേതാക്കൾ ജയിലിൽ കിടക്കുകയാണല്ലേ. അപ്പോൾ അവരെ അറസ്റ്റ് ചെയ്യുന്നതിന് സർക്കാരിന്റെ ഭാഗത്തു നിന്നോ CPIMന്റെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും ഒരു തടസ്സമുണ്ടായി എന്ന് ഞാൻ കരുതുന്നില്ല. ഏതായാലും അത്തരം അന്വേഷണ നടപടികൾ മുന്നോട്ട് പോകും, ശക്തമായി മുന്നോട്ട് പോകും. പക്ഷേ അപ്പോഴും ഇതിന്റെ യഥാർത്ഥ വസ്തുത കണ്ടെത്താൻ SITക്ക് കഴിയുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. മാത്രമല്ല ഇതിനിപ്പോൾ പുതിയ മാനങ്ങൾ വരുമ്പോൾ ഈ അന്വേഷണം
SIT-യുടെ കയ്യിൽ തന്നെ നിൽക്കുമോ എന്ന കാര്യത്തിലും എനിക്ക് സംശയമുണ്ട്. അപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ ഒതുങ്ങി ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യം കോൺഗ്രസ് തന്നെ ഇല്ലാതാക്കുന്നതിൽ എനിക്ക് കോൺഗ്രസിനോട് കോൺഗ്രസിന്റെ നിലപാടിനോട് എനിക്ക് യോജിപ്പില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമല്ലേ ഈ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്കിടയിൽ രാജ്യത്തുണ്ടായ അതിക്രമങ്ങൾ. എത്ര സ്ഥലങ്ങളിലാണ് ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് നേരെ, ആഘോഷ ഒരുക്കങ്ങൾക്ക് നേരെ ഇന്നലെ ഏറ്റവും ഒടുവിൽ അസാമിൽ ഉണ്ടായില്ലേ വലിയ അതിക്രമം. കേരളത്തിൽ എവിടെയൊക്കെയാണ് കോൺഗ്രസ് ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് പോയിട്ടുള്ളത്? എവിടെയാണ് കോൺഗ്രസ് ഇതിനൊരു സമരം നടത്തിയിട്ടുള്ളത്? ഒരു ട്വിറ്റർ പേജിൽ ഒരു പ്രതിഷേധ ഒരു വരി അടിക്കുന്നതിനപ്പുറത്ത് ഒരു ശക്തമായി ഈ വിഷയത്തിൽ പ്രതികരിച്ച് മുന്നോട്ട് വരണം എന്ന് എന്തെങ്കിലും ഒരു ആഹ്വാനം കോൺഗ്രസ് ഇതുവരെ നടത്തിയോ? കേരളത്തിലും ഉണ്ടായിട്ടുണ്ട് സംഭവം. കേരളത്തിൽ പാലക്കാടും ഉണ്ടായിട്ടുണ്ട് സംഭവം. അതുകൊണ്ട് അതെ ഉണ്ടായിട്ടുണ്ട്. അല്ല, ഞാൻ പറയുന്നത് ഈ വിഷയത്തിൽ ഒരു പ്രതിഷേധം ഏറ്റെടുക്കുന്നത് ഇതൊക്കെ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളാണല്ലോ. നമ്മുടെ നാട്ടിലെ മതസൗഹാർദ്ദം തകർക്കാനും സാമൂഹിക അന്തരീക്ഷം തകർക്കാനുമുള്ള ഇത്തരം നീക്കങ്ങൾ ഏറ്റുപിടിക്കേണ്ട ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മതേതര പാർട്ടിയല്ലേ കോൺഗ്രസ്. അപ്പോൾ കോൺഗ്രസിനെ പോലൊരു പാർട്ടി ഏറ്റെടുക്കേണ്ട പല സമരങ്ങളും കോൺഗ്രസ് ഏറ്റെടുക്കുന്നില്ല. അങ്ങനെ സമരങ്ങൾ ഏറ്റെടുക്കാതെ കേരളത്തിലെ ഇപ്പോൾ ഈ ഒരു സ്വർണ്ണക്കൊള്ള വിഷയം ഉന്നയിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അത് നേട്ടമുണ്ടാക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ അത് അസംബ്ലി തെരഞ്ഞെടുപ്പ് വരെ നീട്ടിക്കൊണ്ടുപോകാനായി പുതിയ വിവാദങ്ങൾ ഉണ്ടാക്കി കോൺഗ്രസ് മുന്നോട്ട് പോകുന്നുവെന്നാണ് ഞാൻ പറഞ്ഞത്. Meet the editors.